ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം, ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു കടന്നു പോകുന്ന ടൈം നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത്, ഈ ഒരു സമയത്ത് ആങ്സിസ്റ്റേഴ്സിന് അതേപോലെ നിങ്ങളുടെ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് എന്ത് ഉപദേശമാണ് തരാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ലൈഫിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വരാനുള്ള ഒരു ബ്ലെസ്സിങ്സ് എന്താണ്, വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതിനുവേണ്ടി ഫയലൊന്നും വെച്ചിട്ടില്ല. ഞാനിതൊരു ജസ്റ്റ് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾ കൂടുതലും നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ, നിങ്ങളുടെ എനർജീസ് ഇപ്പോൾ എന്താണ്, നിങ്ങൾ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ ഇപ്പോൾ ഒരു ഇമോഷൻസ് എന്താണോ, അതിൽ കൂടുതലും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. മുന്തോണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണക്റ്റഡ് ആവാൻ വേണ്ടി ഡിവൈൻ്റെ അടുത്ത് മാക്സിമം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആയിരിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ആദ്യമേ തന്നെ. എങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിട്ട് കണക്റ്റഡ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ. ബാക്കിയുള്ള ഒന്നും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് ആങ്സിസ്റ്റേഴ്സിനും നിങ്ങളുടെ ഏഞ്ചൽസിനും എന്തൊക്കെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് ഈ സമയത്തെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, ഇമോഷണൽ പരമായിട്ടുള്ള ലോ ആയിട്ടുള്ള ഒരു എനർജി, നിങ്ങളുടെ ക്ഷമയെ കെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവങ്ങൾ, എന്തെങ്കിലും ഒരു മാനസികപരമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രെയിനിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെയാണ്. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ളവരുടെ ലൂപ്പിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു സൈക്കിക് എബിലിറ്റിയിൽ കയറാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ മാക്സിമം നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയം മേ ബി ക്ഷമ ഇല്ലാണ്ടാവും. ഈ ഒരു സമയം മേ ബി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു സമയം കൂടുതലും എന്താ പറയാ, വെള്ളത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കുളിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതലധികം ആൾക്കാരും ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കുറെ അധികം സ്വപ്നങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. നിങ്ങൾ കുറെ അധികം സ്വപ്നങ്ങൾ കാണും ഈ ഒരു സമയത്ത്. ഇഷ്ടംപോലെ സ്വപ്നങ്ങൾ കാണാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനോടുമുള്ളൊരു ആസക്തി, എല്ലാത്തിനോടുമുള്ളൊരു ഒരു കാഴ്ചപ്പാടൊക്കെ ആകെ ടോട്ടലി മാറി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച കണക്കായിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടി, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലത്തെ കണക്കത്തായിരിക്കത്തില്ല ഓരോരോ പ്രശ്നങ്ങൾ. മേ ബി നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളെ സഹായിക്കൂല എന്ന് വിചാരിച്ച വ്യക്തികളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ വന്ന് സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവകാരികളാണ് എന്ന് നിങ്ങൾ തോന്നി നിങ്ങൾ മാറ്റിവെച്ച വ്യക്തികളൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന കുറച്ചധികം കാര്യങ്ങളായിട്ട് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് അതെല്ലാം പോസിറ്റീവായിട്ട് കുറെ അധികം കാര്യങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന നെഗറ്റീവ് നിങ്ങൾക്ക് ഒരു സമയം ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് വരാൻ ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതായത് എനർജി ത്രോയിങ്, അതായത് എനർജി നിങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കും. ഓരോ ടൈമും എനർജി നിങ്ങൾക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ലാസ്റ്റ് മന്ത് എന്ന് പറയുന്ന ഡിസംബർ സംബന്ധിച്ച് എല്ലാ മാസത്തിന്റെയും ഒരു ചെറിയ ചെറിയ ഗണങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പം
ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം അങ്ങനത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ കുറെ പേര് മുതലാക്കാനും നിങ്ങളെ കുറെ പേര് സിറ്റുവേഷനിലാക്കാനും ലൂപ്പിൽ പിടിച്ചിടാനും നെഗറ്റീവ് ആക്കാനും വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു വരും. അതും കൂടെ നിങ്ങൾ മാക്സിമം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതായത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. നിങ്ങളെ എത്രത്തോളം നിങ്ങൾ നെഗറ്റീവ് ആക്കാനും പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾ അത്രത്തോളം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന, ഭയങ്കരമായിട്ടും നെഗറ്റിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങൾ എത്ര വേണമെങ്കിലും പോരാടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ട് നിങ്ങൾ ഇമോഷണലി ലോ ആണ്. ഇമോഷണലി ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിൽ നിങ്ങൾ പിടഞ്ഞ് അല്ലെങ്കിൽ ഉള്ളിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ ഭയങ്കരമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈഗോ സെൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾ പുറമേ കാണിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ടും ഉള്ളിൽ ഭയങ്കരമായിട്ടും ഒരു പാവം നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുക. കാരണം അത്രത്തോളം ആ ഒരു എനർജി എനിക്ക് ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ കിട്ടുന്നുണ്ട് ആ ഒരു എനർജി. ഓക്കെ, സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഒരു പാവമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കമായ, നിങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് മനസ്സിലാവത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രോങ് ആണ് എന്ന് പുറത്ത് കാണിച്ചാൽ പോലും വല്ലാത്തൊരു സ്ട്രോങ് അല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം വന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഘട്ടം, അതായത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ ആണ്, ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കണം. നിങ്ങൾ എന്തൊക്കെ കാര്യം നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ വരുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് അറിയത്തില്ല നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം വിഷമിച്ചത്. നിങ്ങൾ വിചാരിക്കും പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഐ തിങ്ക് എനിക്കത് കാർഡിലൂടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത്രത്തോളം വിഷമിച്ച്, അത്രത്തോളം നെഗറ്റീവായിട്ട്, അത്രത്തോളം പ്രശ്നങ്ങൾ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു നിഷ്കളങ്കമായ ഒരു വ്യക്തിയായിരിക്കാം ഇപ്പൊ ഈ കേൾക്കുന്ന, നിങ്ങൾക്ക് ഇത് കണക്റ്റഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയലൈസേഷന്റെ കാര്യം, നിങ്ങളൊരു നിഷ്കളങ്കമായ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ തരണം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂടെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട നിങ്ങൾക്ക്. ആരും ഉണ്ടാവത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, ആരും ഉണ്ടാവത്തില്ല. ഓക്കെ, ഒരു മനുഷ്യന്റെ കൂടെ ലോകത്ത് ആരും കാണത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ. ലൈഫ് നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വയസ്സായെന്ന് പറഞ്ഞാലും, എത്ര ഏജ് ആയെന്ന് പറഞ്ഞാലും, കുഴി പോയി കിടക്കുന്നവരെ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. എല്ലാരും കൂടെ ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിലും എല്ലാ വ്യക്തികളും കൂടെ ഉണ്ടായി, എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അവരവരുടേതായ സിറ്റുവേഷനിൽ അവർ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെ മാറ്റിക്കൊണ്ടിരിക്കും. ആരായാലും അതിനനുസരിച്ച് അവർ മാറിക്കും. ഇപ്പൊ നിങ്ങളായാലും മാറും. ആ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചോ, ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ അതൊക്കെ ഡിവൈൻ കയ്യിലിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ എന്തൊക്കെയോ ഭാരം പേറിക്കൊണ്ട് നടക്കുന്നുണ്ട്, മക്കളെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും നെഗറ്റിവിറ്റീസ് ആരെങ്കിലും കൊണ്ട്, നിങ്ങളെ വൈഫ് നിങ്ങളെ അങ്ങനെ ഹസ്ബൻഡ് ഒന്ന് നിങ്ങളെ അടിക്കണം, കള്ളം കുടിച്ച് അങ്ങനെ അടിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം, നിങ്ങൾ ഭയങ്കരമായിട്ടൊരു പ്യൂർ സോൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നത്, കാലചക്രം മാറിക്കറങ്ങും. നിങ്ങൾക്ക് ഉപയോഗമുള്ളൊരു സമയം വരും. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഞാൻ ഷുവർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിച്ചാലും, റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചാലും, ആരെക്കുറിച്ച് ചിന്തിച്ചാലും, നിങ്ങളിലോട്ട് അടുക്കുന്ന സമയത്ത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ട്, ഏറ്റവും കൂടുതൽ ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ പറ്റുള്ളൂ. ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടേതായ കഴിവും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നിങ്ങൾ അവരിൽ നിന്ന് ഉയർത്തെണീക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എത്ര ഡൗണിൽ പോയാലും, എത്ര സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ടും നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ഞാനിത് കാർഡിൽ കണ്ട് പറയുന്നത് മാത്രമല്ല, എല്ലാവരുടെ ലൈഫിലും ഒരു നെഗറ്റീവ് ഫേസും എല്ലാവരുടെ ലൈഫിലും ഒരു പോസിറ്റീവ് ഫേസും ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്, പിന്നെ കാർഡിൽ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മേ ബി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. പാഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ആണ്. നിങ്ങളുടെ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ്, അതാണ് നിങ്ങളുടെ പാഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ആദ്യം നിങ്ങളത് ബിൽഡ് ചെയ്യണം.
അതായത് ആദ്യം നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം. കണ്ട് ഓരോന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നിങ്ങളത് ചെയ്യണം. അത് ചെയ്തു തുടങ്ങണം. പിന്നെ നിങ്ങൾ അതിട്ട് കളിക്കാൻ തുടങ്ങണം. മനസ്സിലാവുണ്ടോ? അതിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങണം. പിന്നെ ടോട്ടലി നിങ്ങൾക്കതങ്ങ് അതങ്ങ് ആയിക്കോളും. അത് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളങ്ങ് അതിലോട്ട് ഇറങ്ങിക്കോളും. അപ്പൊ അത് എന്ത് കാര്യത്തിലായാലും അങ്ങനെയാണ്. നിങ്ങളിപ്പോ ചെയ്യുന്ന ജോലിയായാലും, നിങ്ങൾ ഭയങ്കരമായിട്ടും ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ പാഷൻ ആയാലും, നിങ്ങൾക്ക് അതിലോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ഇറങ്ങാൻ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അതിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കാനല്ല, പിന്നത്തേക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു പ്ലാൻ വേണം. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ അതിലോട്ട് ഇറങ്ങി നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു മനസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് എനർജിയും നിങ്ങളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ എന്തെങ്കിലും ബ്രെയിൻ കൂടുതലും വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തോട് നിങ്ങൾ കൂടുതലും ഫോക്കസ് ആവണം. അങ്ങനെ ഫോക്കസ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതലും ഫോക്കസ് ആവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് വന്നു തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, സമയം പോകുന്നതിന്റെ ഒരു ഗതി നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടൈം ഇങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ആ ഒരു റിയാലിറ്റി മനസ്സിലാവുന്ന സമയം തൊട്ടേ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ചിറക് വിരിച്ച് പറക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തുടങ്ങും. ആ ഒരു പവർ, നിങ്ങളുടെ സോൾ നിങ്ങളുടെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പുതിയൊരു ലോകം നിങ്ങൾക്ക് കാണാൻ പറ്റും. പറയുന്ന റിയലൈസ് ആവുന്നുണ്ടോ? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിഥ്യാരൂപങ്ങൾ മാറിയിട്ട് പുതിയൊരു രൂപങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അടുത്തായിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ പല രീതിക്കുള്ള പ്രശ്നങ്ങളും പല രീതിക്കുള്ള സിറ്റുവേഷൻസും ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ സക്സസ് ഉണ്ടാവും. ഈ ചെറിയ ചെറിയ സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നതായിരിക്കാം, ചിലപ്പം ഒരു നോട്ടം കൊണ്ടായിരിക്കാം. അത് നിങ്ങൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ സക്സസ് ഉണ്ടാവും. ഈ ഒരു സമയത്ത് ചെറിയ ചെറിയ സക്സസ് എന്ന് പറയുന്നത് ഫങ്ഷൻസുകൾ, അതായത് ചെറിയ ചെറിയ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസും ചെറിയ ചെറിയ സക്സസും ചെറിയ ചെറിയ ഹാപ്പിനെസ്സും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഷുവർലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സക്സസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അത് ഉണ്ടാവുന്ന സമയത്ത് അതൊരു ചെറിയ സക്സസ് ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒരു വലിയൊരു സക്സസ് ആക്കി മാറ്റാൻ പറ്റും അതിനെ. ആ ഒരു ഹാപ്പിനെസ്സിൽ നിന്നും അടുത്തൊരു ഹാപ്പിനെസ്സിലേക്ക്, അതിന്റെ അടുത്തൊരു ഹാപ്പിനെസ്സിലേക്ക്, അങ്ങനെ നിങ്ങൾക്ക് കൂടുതലും ഡോപ്പാമിൻ കൂട്ടി നിങ്ങൾക്ക് അത്രത്തോളം എനർജി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത്രത്തോളം നിങ്ങൾക്ക് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് സക്സസ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം അതിന് നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു കനലിൽ നിന്നും ഭയങ്കരമായ തീ ആളിക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് കുറെ അധികം ആൾക്കാർ എന്തൊക്കെയോ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെയൊക്കെ കുറെ അധികം കാര്യങ്ങൾ ഈ ഒരു വ്യക്തികൾ ചെയ്യുന്നുണ്ട്. എനർജിപരമായിട്ട് ഇവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നുണ്ട് ഇവര്. മാനിഫെസ്റ്റേഷൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തികൾ, പക്ഷെ അവരുടെ ലൂപ്പിൽ നിന്നുകൊണ്ടാണ് ഇവർ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുണ്ടലിനി വർക്ക് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ പല പല രീതിക്കുള്ള ഓർണമെന്റ്സ് മേടിച്ചിടുക, കല്ലുകൾ മേടിച്ചിടുക, അതേപോലെ തന്നെ എന്താ പറയാ നെക്ലേസ്, സ്പിരിച്വൽ പരമായിട്ടുള്ള ഓർണമെന്റ്സ് മേടിച്ചിടുക, റേക്കി അതേപോലത്തുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യുക. ഇങ്ങനത്തുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ എനർജി കിട്ടുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെൽഫ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്, ഹീലിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ടാറോട്ട് കാർഡ് റീഡിങ്, അങ്ങനത്തേക്കുള്ള കുറെ അധികം കാര്യത്തിലോട്ട് ഇറങ്ങി മെഡിറ്റേഷൻസ് അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ലൈഫിൽ കുറെ അധികം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ടൈം ഇതിലോട്ട് കൊണ്ടുതരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർ കുറച്ചധികം നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. നിങ്ങൾ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാം. പക്ഷെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇത് ചില ആൾക്കാരെ ഇങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് കണക്റ്റഡ് ആവാൻ മനസ്സിലാവും. ഐ തിങ്ക് ഈ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ വ്യക്തികൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ ചെന്ന് കയറി കൊടുത്തിട്ട് അവർ പണിയും പേടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൽ വരും ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറും, നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ കയ്യിൽ പണിയും കൊണ്ട് തരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പം അങ്ങനത്തെ ഉള്ള ആളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങളുടെ തലയിലായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നതായിട്ട് എവിടെയെങ്കിലും കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അതിനെ റിയാക്ട് ചെയ്യത്തില്ല, നിങ്ങളിരുന്ന് വിഷമിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് നീറും, നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാർ. അപ്പം ഇത് സിദ്ധമായിട്ട് കിട്ടിയ കഴിവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നെഗറ്റിവിറ്റീസ് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഗണമാണോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ പോകുന്ന ആൾക്കാരാണ്? പക്ഷെ ബ്ലെസ്സിങ്സ് വരുന്നുള്ള ആൾക്കാരായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഡിവൈൻ സപ്പോർട്ട് കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര കാര്യങ്ങൾ കാണാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചധികം ആൾക്കാർ മാത്രമേ ഇങ്ങനത്തുള്ള ആൾക്കാർ കാണുന്നുള്ളൂ. പക്ഷെ ചെറിയൊരു കാര്യത്തിൽ പോലും ഇമോഷൻസിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ചെറിയ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. പക്ഷെ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണ്, ഭയങ്കര ദീർഘവീക്ഷണമാണ്, രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കണ്ണിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പവർ ഉള്ള വ്യക്തികളാണ്. അതായത് കണ്ണ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ആ ഒരു എനർജി വലിച്ചെടുക്കാനുള്ള ഒരു പവർ അവരുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രത്തോളം എനർജി ഉള്ള ആൾക്കാരായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്താ ഒരു പ്യുവർ സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ ഒരു ലോകത്ത് ഇവര് വന്ന് ഇങ്ങനത്തുള്ള ഗണങ്ങൾ ഈ ഒരു ലോകത്ത് വേണം എന്ന്. കാരണം ഇവരുടെ കൂടെ ഭയങ്കര ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ്. കണ്ട ബ്ലെസ്സിങ്സ് ഒന്നും ഉണ്ടെന്നൊന്നും പറയത്തില്ല, പക്ഷെ ഡിവൈൻസ് ഒക്കെ ഇവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. ഈ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻസ് ലോകം തന്നെ ചോദിച്ചാൽ അവർ എഴുതി കൊടുക്കും. അത്രയും അധികം ഇവരുടെ കയ്യിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. പവർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പെടുന്ന ആൾക്കാർ എന്നിട്ട് നമുക്ക് വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് പറയുമ്പോഴത്തേക്കും ഓൾഡ് സോൾസ് ആണ്. ഇവർക്ക് പുതിയ തലമുറയിലൂടെ അല്ലെങ്കിൽ പുതിയൊരു കാര്യങ്ങളിലൂടെ ഒന്നും വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തിനും ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടും. അതായത് ഒരു ഈഗോ സെൻസ് അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ സോൾ ആയിരിക്കാം, നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കടന്നു പോകുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നെ ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ എന്ത് സിറ്റുവേഷൻസ് ആണ്, ഞാൻ എന്ത് തലമുറ, എനിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ മാത്രമാണ് ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ബാക്കി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ മാത്രം ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ, ഈ ലോകം മൊത്തം എന്നെ എതിർക്കുന്നു എന്നൊക്കെ ഉള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാത്രമായിരിക്കാം. കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലും റിയലൈസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അധികം കുറവാണ്. ഓക്കെ, അവർക്ക് മാത്രമേ നിങ്ങളെ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ ഡിവൈൻ സപ്പോർട്ട് കൂടുതലുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, എല്ലാം വെട്ടിത്തുറന്ന് പറയും. ചില സമയം നിങ്ങൾ കുറെ അധികം ആൾക്കാരെ എല്ലാം വെട്ടിത്തുറന്ന് പറയും. വേറെ രീതിക്കുള്ളൊരു പവർ ഇവരുടെ കയ്യിലുണ്ട്, സംസാരിച്ച് കയ്യിലെടുക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള. അതായത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവരെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നി പിച്ചാത്തിയോ വെട്ടോത്തിയോ എടുത്തിട്ട് പോയി കുത്തി കൊല്ലണം, അല്ലെന്നുണ്ടെങ്കിൽ സംസാരിച്ചൊന്നും നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇവർ ഇമോഷനിലേക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആണ്. അതായത് കടന്ന് വന്ന് ജന്മാന്തരത്തോളം കടന്നു വന്ന് അത്രത്തോളം പവർ ഉണ്ട് ഇവർക്ക്. ഫ്രണ്ടിലും ബാക്കിലും ഫുൾ ഇൻറ്റ്യൂഷൻസ് ആണ്, കളിക്കാൻ അറിയാം. അത്രയും അധികം വ്യക്തികളായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ കുറച്ചധികം ആളുകൾ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എനർജി ഷിഫ്റ്റ് ആവും തോറും നമുക്കിങ്ങനെ ഓരോ കാർഡ് ഇങ്ങനെ വെക്കുന്ന അടുത്ത കാർഡിലോട്ട് ഇങ്ങനെ പോകും തോറും അടുത്ത എനർജി എനിക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ ഞാൻ അടുത്ത ആ ഒരു കാറ്റഗറിയിലോട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ കുറെ അധികം കളി നിങ്ങൾക്ക് റിലേറ്റഡ് ആവാനും ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, കാരണം ഞാൻ ആ ഒരു സൈക്കിൾ ഇരുന്ന് അങ്ങ് പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്കത് റിലേറ്റഡ് ആവാനും പറ്റും. ഈ ഒരു വ്യക്തികള് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സുണ്ട്. ക്യാരക്ടറൊക്കെ ചിലപ്പോൾ വേറെ ചെയ്യും, പക്ഷെ എല്ലാവർക്കും മനസ്സുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം എല്ലാവർക്കും മനസ്സുള്ളത് കൊണ്ട് എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ലോകത്താകെ നമ്മളെല്ലാവരും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ കണക്റ്റഡ് അല്ല, വേറൊരു സാധനവും കണക്റ്റഡ് അല്ല. നമുക്ക് ഈ ലോകത്ത് എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന മനസ്സാണ്. ആ മനസ്സുള്ളതുകൊണ്ടാണ് കർമ്മ കളിക്കുന്നത് കറങ്ങി. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് റിയലൈസ് ചെയ്യണം. അപ്പം എല്ലാവരും ഒന്ന് തന്നെയാണ്, ഒരേ കണക്കത്തെ ആൾക്കാരും എല്ലാവരും ഒന്ന് തന്നെയാണ്. ഓക്കെ, ആ കളിക്കുന്ന ഡിവൈൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി പവർ കൂടിയ സാധനം. ബാക്കി എല്ലാവരും ലോകത്ത് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും
മെഡിറ്റേഷൻ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ദൈവവിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ദൈവവിശ്വാസം ഉള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ദൈവവിശ്വാസം ഉള്ളത് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവും. ദൈവവിശ്വാസം ഇല്ലാത്തുള്ള ആൾക്കാർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്കൊക്കെ അങ്ങനെ മനസ്സമാധാനം ഉണ്ടാകും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ വിളിക്കുക. ആ ഒരു പവർ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ആത്മാക്കളായിരിക്കാം, ചിലപ്പം ആരുമായിരിക്കാം, അത് അവരെ നിങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കുക. ഓക്കെ, അവർക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛനമ്മ അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതായത് ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡും പ്രാർത്ഥനയും നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ, ഞാൻ പറഞ്ഞില്ലേ കണക്റ്റഡ് ആവുന്ന മനസ്സാണ്. അപ്പം മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കളർഫുൾ ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻസ്, കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ മനസ്സിൽ സന്തോഷങ്ങൾ ഒക്കെ വരും. നിങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾ എന്തൊരു ട്രിപ്പിന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട്, കുറേ അധികം ആൾക്കാരല്ല, 3/4 ആൾക്കാർ ട്രിപ്പിന് പോകാൻ ചാൻസ് ഉണ്ട് ഡിസംബറിൽ. ട്രിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഭയങ്കര എൻജോയ്മെന്റ് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പണമൊക്കെ കുറച്ചധികം കാര്യങ്ങൾ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചധികം പൈസയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു പണം, ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിറക് വിരിച്ച് പറക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവൈൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അൾട്ടിമേറ്റ് പവർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു അബണ്ടൻസ് ഉണ്ടാവും, പണം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നീ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.